4 മാസമല്ലെങ്കിൽ 1 വർഷം കൊണ്ട് പൂർത്തിയാക്കാവുന്ന +2 കോഴ്സുകൾക്ക് പുറമെ അംഗീകൃത ഡിഗ്രി, PG, ക്രെഡിറ്റ് ട്രാൻസ്ഫർ കോഴ്സുകളും ദീപ കോളേജിൽ ആരംഭിച്ചിരിക്കുന്നു. സ്പെഷ്യൽ ട്യൂഷൻ ഫോർ +2, BCom, BSc, മികച്ച പരിശീലനം, ഉന്നത വിജയശതമാനം. ദീപ കോളേജ്, തോപ്പുംപടി, എറണാകുളം, കാലടി, ചേർത്തല. കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഭവന നിർമ്മാണ സഹായ വിതരണം KJ മാക്സി MLA ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി കൊച്ചി രൂപതയിലെ 40 നിർധന കുടുംബങ്ങൾക്ക് വീട് പണി പൂർത്തിയാക്കുന്നതിനുള്ള ധനസഹായം വിതരണം ചെയ്തു. ചിലി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സെലാവിപ്പ് എന്ന സംഘടനയാണ് ഈ പദ്ധതിക്കുള്ള സാമ്പത്തിക സഹായം നൽകുന്നത്. ലൈഫ് പദ്ധതി കൊണ്ട് വീട് പണിയുന്ന 40 കുടുംബങ്ങൾക്കാണ് 60,000 രൂപ വീതമുള്ള സഹായം നൽകുന്നത്. കൊച്ചിൻ സർവീസ് സൊസൈറ്റി ജൂബിലി ഹാളിൽ വെച്ച് ഡയറക്ടർ ഡോക്ടർ അഗസ്റ്റിൻ കടയപ്പുറമിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വെച്ച KJ മാക്സി MLA സഹായധനം വിതരണം ചെയ്തു. അച്ഛന്മാരുടെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ചിന്തകളും പ്ലാനുകളുമാണ് വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ ഇത്തരം ജനക്ഷേമ പ്രവർത്തനം സൊസൈറ്റിക്ക് ചെയ്യുവാൻ സാധിക്കുന്നതെന്നും പ്രവർത്തനങ്ങൾക്ക് ഭാവുകങ്ങൾ നേരുകയാണെന്നും KJ മാക്സി MLA പറഞ്ഞു. അപ്പോൾ അടിച്ചുറപ്പുള്ള സ്വന്തമായ വീടുണ്ടെങ്കിൽ എന്ന് പലരും ആഗ്രഹിക്കുന്ന സമയമാണ് ഈ മഴക്കാലം, അല്ലേ? പണ്ട് കാലങ്ങളിലൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഓലപ്പുരയായിരുന്നു. അന്ന് മഴക്ക് മുമ്പ് വീട് കിട്ടിയില്ലെങ്കിൽ ഷുഗറായിട്ട് ചോർച്ച് വെള്ളമകത്ത് വരും വീട്ടിലായിരുന്നു. മഴക്ക് മുമ്പ് എല്ലാവരും പറയും, പുതിയ ആൾക്കാർക്ക് അറിയാൻ പറ്റില്ല. കാലങ്ങൾക്ക് മാറി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഗവൺമെൻറ് ലൈഫ് അതിൻ്റെ ഭാഗമായിട്ട് 5 ലക്ഷത്തോളം വീട് വെച്ച് കൊടുക്കുകയായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ സോഷ്യൽ സർവീസ് സൊസൈറ്റി അച്ഛൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിരവധിയായ വലിയ സാമൂഹിക വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കോവിഡ് കാലത്ത്, പ്രളയകാലത്ത്, മറ്റു പല മേഖലകളിലും സ്ത്രീകളുടെയൊക്കെ സ്വയംതൊഴിൽ, അപ്പോൾ ഇത്തരം പരിപാടികളൊക്കെ എനിക്ക് പങ്കെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നു. സുരക്ഷിതമായ ഒരു ഭവനം എല്ലാവരുടെയും ഒരു സ്വപ്നമാണെന്നും അതിന്റെ പൂർത്തീകരണത്തിന് സൊസൈറ്റിക്കും ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ഡയറക്ടർ പറഞ്ഞു. ലോകത്തില് 4ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഉയർന്നു കഴിഞ്ഞു എന്നാണ് നമ്മളൊക്കെ വായിക്കുന്നതും മനസ്സിലാക്കുന്നതും. നീണ്ട നാളത്തെ നമ്മളുടെ രാഷ്ട്രീയ നേതാക്കളുടെ ദീർഘവീക്ഷണത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഒക്കെ ഫലമായിട്ടാണ് സാമ്പത്തിക മേഖലയിൽ ഇപ്രകാരം ഒരു നേട്ടം കൊണ്ടുവരുവാനായിട്ട് ഭാരതത്തിന് കഴിഞ്ഞിട്ടുള്ളത്. സൊസൈറ്റിയുടെ ആരംഭകാലം മുതൽ തന്നെ പുനരധിവാസ പദ്ധതി ഒരു പ്രധാന ഘടകമായിരുന്നെന്നും 10,000-കണക്കിന് കുടുംബങ്ങൾക്ക് ഭവനം വെച്ചു കൊടുക്കുവാൻ സൊസൈറ്റിക്ക് സാധിച്ചിട്ടുണ്ടെന്നും ഡയറക്ടർ വ്യക്തമാക്കി. കൊച്ചിൻ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ആന്റണി കുരിത്തറ ആശംസകൾ അർപ്പിച്ചു. ലൈഫ് പദ്ധതിയുടെ തുക ഭവന നിർമ്മാണ പൂർത്തീകരണത്തിന് തികയുന്നില്ലെന്നും ഇക്കാര്യം നിയമസഭയിൽ സൂചിപ്പിക്കണമെന്നും MLAയോട് ആന്റണി കുരിത്തറ ആവശ്യപ്പെട്ടു. സൊസൈറ്റിയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജയ്ഫിൻ ദാസ് സ്വാഗതവും കോർഡിനേറ്റർ ലാലി സേവർ നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.